ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമുക്കൊരു ഡ്രോയിങ് ഡാമേജ് ഒന്നും കൂടാണ്ട് ഒരു വ്യക്തിയിലേക്ക് ആ ഡ്രോയിങ് എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിനാവശ്യമായ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സാധനങ്ങൾ നിങ്ങളൊന്ന് കരുതി വെച്ചേക്കാം നിങ്ങൾക്ക് ഡ്രോയിങ് അയച്ചു കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഫ്രെയിം വേണ്ട. അപ്പോൾ ഫ്രെയിം ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ആ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ എത്തിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു PVC പൈപ്പ് ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ആ ഡ്രോയിങ് ചുരുട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു PVC പൈപ്പിനെ നിങ്ങൾ കരുതുക. ഒരുപാട് വലിപ്പം വേണ്ട, എന്നാൽ നമുക്ക് ആ ഡ്രോയിങ് ഒരുപാട് ചുളുക്കമില്ലാണ്ട് വെക്കാൻ പറ്റുന്നൊരു വലിപ്പം ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ആവശ്യം ഒരു ഗിഫ്റ്റ് പേപ്പറാണ്. അപ്പം ഗിഫ്റ്റ് പേപ്പർ ഒരെണ്ണം ഫുള്ളായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കൊരു റൗണ്ടൊന്ന് ചുറ്റാൻ വേണ്ടി മാത്രമുള്ളൊരു പേപ്പർ മതി. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് സെല്ലോ ടൈപ്പോ എന്തെങ്കിലും ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. അപ്പം അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ മതി നമുക്ക് ഡ്രോയിങ് നല്ല രീതിയിൽ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാമെന്ന് വെച്ചാൽ ആ ഒരു ഡ്രോയിങ് നമ്മൾ ചുരുട്ടി ഒന്ന് എടുക്കുക. ഒരുപാട് ചെറുതാക്കി ചുരുട്ടല്ല, അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ ചുരുട്ടിയാൽ മതിയാകും. കാരണം ഒരുപാട് ചെറുതാക്കി ചുരുട്ടി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഡ്രോയിങ് ഡാമേജ് ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു വലുപ്പത്തിൽ ചുരുട്ടുക. അപ്പം നമുക്ക് കുറച്ച് പ്രൈവസിയും കാര്യങ്ങളുണ്ട്, ആ ഡ്രോയിങ് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ ഗിഫ്റ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതായത് ഒരു റൗണ്ടൊന്ന് ചുറ്റി ഒന്ന് എടുത്താൽ മാത്രം മതി. അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുക. ആ ഒരു നമ്മൾ റൗണ്ടായിട്ട് ചുറ്റിയതിന് ശേഷം ആ ഒരു ഗിഫ്റ്റ് പേപ്പർ ചെറുതായിട്ടൊന്ന് സെല്ലോ ടൈപ്പ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒരു റൗണ്ട് ജസ്റ്റ് ഒന്ന് റിബൺ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കെട്ടി വെക്കാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതായത് നമുക്ക് അവർ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ രീതിയിൽ നിങ്ങളിങ്ങനെ കവർ ചെയ്ത് കെട്ടി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡ്രോയിങ് നമുക്ക് ആ ഒരു PVC പൈപ്പിനുള്ളിലേക്ക് നമുക്ക് കയറ്റി വെക്കണം. ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് സൈഡിലത്തെ ഹോളും നമുക്കൊന്ന് അടയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം കാർഡ്ബോർഡ് നിങ്ങളെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു PVC പൈപ്പ് വെച്ചിട്ട് ആ റൗണ്ട് ഒന്ന് വരച്ചതിന് ശേഷം മാത്രം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 4 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 പീസാണെങ്കിലും മതി. ഞാൻ 2 പീസ് വെച്ച് ഒരു ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഡ്രോയിങ് എന്ന് വെച്ചാൽ നമുക്ക് തമിഴ്നാട് വരെ പോകേണ്ട ഒരു ഡ്രോയിങ്ങാണ്. അപ്പം എനിക്ക് വർക്ക് കിട്ടിയത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഡാമേജ് ഒന്നും ഇല്ലാണ്ട് ഈ ഒരു വർക്ക് അവിടെ വരെ ചെല്ലാനുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ നമുക്കിത് കവർ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രൗൺ പേപ്പർ, അതായത് നമ്മൾ ബുക്കൊക്കെ പുതിയ യൂസ് ചെയ്യുന്ന പേപ്പറില്ല, ആ ഒരു പേപ്പർ ഉപയോഗിച്ച് നമുക്കൊന്നുകൂടെ കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അതായത് ആ PVC പൈപ്പ് കാണാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 പീസ് പേപ്പറാണ്. അതിൽ നമുക്ക് അഡ്രസ്സ് എഴുതാണ്ട്, ഒന്ന് ഫ്രം അഡ്രസ്സും ഒന്ന് ടു അഡ്രസ്സും എഴുതണം. അപ്പോൾ അഡ്രസ്സ് എഴുതുമ്പോൾ തെറ്റിപ്പോകാണ്ട് കറക്റ്റായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ആ ഒരു ഡ്രോയിങ് അവിടെ ചെല്ലാനുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം നമുക്കിത് പോസ്റ്റ് ചെയ്യാൻ പോവാം.